വാലുരച്ച് മതി പ്രകടിപ്പിക്കുന്ന വീരാംഗനകൾക്ക് യോജിച്ച മണവാളന്മാരെ തന്നെയാണ് നൽകുക. പെൺമുയലിനെ ആൺമുയലിന്റെ അടുത്തേക്കാണ് എത്തിക്കുന്നത്. മുയൽ പ്രസവത്തിന് പ്രത്യേക വാർഡ് തന്നെ ആഷിയാന ഫാമിൽ ഒരുക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ട്രേകളിൽ തുണിയും മറ്റും നിറച്ച് പ്രസവത്തിന് സൗകര്യമൊരുക്കിയിരിക്കുന്നു. രോമങ്ങളെ ഇല്ലാത്ത ചോരക്കുഞ്ഞുങ്ങൾക്ക് തള്ളയുടെ പാൽ തന്നെയാണ് ആഹാരം. നെസ്റ്റ് ബോക്സിൽ കഴിഞ്ഞ് പാൽ കുടിച്ച് തെഴുത്തു വളരുന്ന ഇവർ 2 ആഴ്ചയെത്തുന്നതോടെ കണ്ണു തുറക്കും. പാൽ കുടിക്കാത്ത ബിരുദന്മാരെ പിടിച്ച് മുലക്കാമ്പിൽ നിന്ന് കുടിപ്പിക്കും. നാലാഴ്ചയായാൽ പ്രത്യേകം കൂടുകളിലേക്ക് മാറ്റും. ആൺ പെൺ കുഞ്ഞുങ്ങളെ തിരിച്ചറിയുന്നത് ഈ പ്രായത്തിലാണ്. ജനനേന്ദ്രിയ പരിശോധനയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ആഴ്ച തോറുമുള്ള വെറ്റിനറി പരിശോധനയാണ് ആഷിയാന ഫാമിന്റെ വിജയം. മുയലുകളെ ബാധിക്കുന്ന മണ്ടരി രോഗങ്ങൾക്കും മറ്റാരോഗ്യ പ്രശ്നങ്ങൾക്കും അതോടെ പരിഹാരമാകും. ഡോക്ടർമാരായ ഉഷയുടെയും കാർത്തികേയന്റെയും സഹായം ഇക്കാര്യത്തിൽ മിഗ്ദാദിനുണ്ട്. മുയൽക്കൂടിന്റെ മുഖ്യ പ്രശ്നം മുയൽ കാഷ്ടമാണ്. അതിന് യഥാവിധി പ്രതിവിധിയും ആഷിയാന ഫാമിലുണ്ട്. മുയൽക്കാഷ്ടം വളമായി ജാൻസിയുടെ പച്ചക്കറിത്തോട്ടത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒഴിഞ്ഞ തീറ്റച്ചാക്കുകളിൽ മണ്ണ് നിറച്ച് മുയൽ വളം ചേർത്ത് പാൽമുളകും നാടൻ വഴുതനയുമൊക്കെ യഥേഷ്ടം വളർത്തുന്നു. മുയൽ വളർത്തിന്റെ മാഹാത്മ്യം ഇവിടെ തീരുന്നില്ല. പ്രത്യേകം തയ്യാറാക്കിയ മൺചട്ടികളിൽ മണലും മേൽമണ്ണും മുയൽ വളവും ചേർത്ത് പൂച്ചെടി തൈകളും തയ്യാറാക്കുന്നു. മക്കളായ ജാസ്മിനും സുഹാനയുമൊക്കെ ഇക്കാര്യത്തിൽ ജാൻസിയെ സഹായിക്കും. വളവും നനയുമൊക്കെ ആകുമ്പോൾ പൂച്ചെടികൾ തളിർത്തു പൊങ്ങും. അങ്ങനെ ആഷിയാനയിൽ വസന്തമൊരുങ്ങുമ്പോൾ മുയൽക്കുട്ടന്മാർക്ക് ജാൻസി നന്ദി പറയും. എന്നാൽ നാടറിയുന്ന ഫാമായി ആഷിയാന മാറിയത് ഇങ്ങനെയൊന്നുമല്ല. മുയലുകളെ വളർത്താൻ കൊടുത്ത് തിരിച്ചെടുക്കുന്ന സമ്പ്രദായം മിഗ്ദാദ് പയറ്റി. നാടാകെ ഇത്തരം ഉപഗ്രഹ യൂണിറ്റുകൾ തുടങ്ങി തന്റെ ഗ്രാമത്തിലെ കുറേ പേർക്ക് തൊഴിൽ നൽകിയതിന്റെ സായുജ്യമാണ് മിഗ്ദാദിന്. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളടുത്ത് ഇവിടുന്ന് യൂണിറ്റുകൾ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി വളർത്തുകയാണ്. വളർത്തിയിട്ട് അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബൈബാക്ക് ചെയ്യാണ്. ഇത് ബൈബാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മുയലുകൾ വാങ്ങിക്കാൻ ആളുകളുണ്ടാവില്ല. ഞങ്ങളിത് ബൈബാക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞങ്ങളിത് മീറ്റാക്കിയിട്ട് ഇവിടെ മാർക്കറ്റിൽ കൊടുക്കുന്നത്. ഞങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ഞങ്ങൾക്കിപ്പോൾ മീറ്റ് മാർക്കറ്റിൽ നിന്ന് കിട്ടാനില്ല. മുയലുകളെ വളർത്തുന്നില്ല ആളുകൾ. അപ്പോൾ ഞങ്ങളെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ആളുകൾ മുയലുകളെ വളർത്തി എത്ര മുയലുകളുണ്ടെങ്കിലും എത്ര 1000 കിലോ ഉണ്ടെങ്കിലും ഞങ്ങൾ തിരിച്ച് വാങ്ങിക്കും. അതേപോലെ തന്നെ ഞങ്ങൾക്ക് മാർക്കറ്റിൽ മീറ്റ് സപ്ലൈ ചെയ്യാൻ പറ്റും. പത്ത് തള്ളമുയലുകളെ വീതമാണ് ഓരോ യൂണിറ്റിനും നൽകുക. കുഞ്ഞുങ്ങളായാൽ 4 മാസം പ്രായത്തിൽ തിരികെ വാങ്ങും. തള്ളമുയലിനെ വാങ്ങാനും കുഞ്ഞുങ്ങളെ തിരികെ എത്തിക്കാനും എപ്പോഴും തിരക്കാണ് ആഷിയാന ഫാമിൽ. തിരൂരിലെ വീട്ടമ്മമാരാണ് ഇക്കാര്യത്തിൽ മുന്നിൽ. ഇവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ട് 10 മുയലിനെയാണ് വാങ്ങിച്ചു കൊണ്ടുപോയത്. അതിൽ 8 പെൺമുയലും 2 ആൺമുയലും ഉണ്ടായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും 2 എണ്ണം പ്രസവിച്ചു. 15 കുട്ടികളുണ്ടായി. പിന്നീട് 3-ാമത്തെ മാസത്തിൽ 3 എണ്ണം കൂടി പ്രസവിച്ചു. 49 കുട്ടികളുണ്ടായിരുന്നു. അത് 49ഉം 4 മാസം പ്രായമായപ്പോഴേക്കും ഞങ്ങളിവിടെ കൊണ്ടുവന്ന് കൊടുത്തു. ഒരു മുയലിന് കിലോയ്ക്ക് 100 രൂപ വെച്ച് കിട്ടും. 4 മാസം പ്രായമാകുമ്പോഴേക്കും ഒരു 3 കിലോ വരും തൂക്കം. അപ്പം ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് നല്ലൊരു ആദായമാണ്.
മിഗ്ദാദിന്റെ വിപണിയും വിപണനവും മുയലിൽ മാത്രം ഒതുങ്ങുന്നതല്ല. രുചികരമായ മുയലിറച്ചി തന്നെയാണ് മിഗ്ദാദിന്റെ ബ്രാൻഡ് ഉൽപ്പന്നം. വെറ്ററിനറി ഡോക്ടർമാരുടെ ആന്റിമോർട്ടം പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ശാസ്ത്രീയമായി തയ്യാർ ചെയ്താണ് മുയലിറച്ചി വിൽക്കുന്നത്. ഇത് ബിഗിനിങ് തുടക്കവും ഞങ്ങൾ ഇത് കള്ള് ഷാപ്പിൽ നിന്നാണ്. കള്ള് ഷാപ്പ്, പിന്നെ ഗ്രാജുവലി അത് ബാറിലേക്ക് വന്ന്, പിന്നെ ടി വിയിൽ ആഡ്, ബോധവൽക്കരണങ്ങൾ, പിന്നെ വെറ്ററിനറി ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പ് ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ബിസിനസ് മീറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഹെൽപ്പ് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ന് ചെയ്യുന്നത്. ഇപ്പോൾ ഡെയിലി 100-150 കിലോ മീറ്റ് ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. കൂടാതെ 500 കിലോ ഡെയിലി മീറ്റ് കൊടുക്കാനുള്ള ഓർഡർ ഞങ്ങളടുത്തുണ്ട്. ഇന്ത്യൻ ആർമീൻ്റെ കണ്ണൂരിലേക്ക് അവർക്ക് ഒരു ദിവസം 500 കിലോ മീറ്റ് വേണമെന്നാണ് പറയണത്. എന്നാൽ കേവലം ഇറച്ചി വിപണിയോടെ മുയലിന്റെ കഥ കഴിക്കുവാൻ മിഗ്ദാദ് കുടുംബം ഒരുക്കമല്ല. ജാൻസിയുടെ കരവിരുതിൽ മുയലിറച്ചി വിവിധ രൂപത്തിലും രുചിയിലും മാറും. മുയൽ വിഭവങ്ങൾക്കായി തന്റെ പാചക പെരുമ പ്രയോജനപ്പെടുത്താൻ പ്രത്യേക കുക്കിംഗ് വിഭാഗവും ജാൻസി തരപ്പെടുത്തിയിട്ടുണ്ട്. പുഴുങ്ങിപ്പൊടിച്ച മുയലിറച്ചി റൊട്ടിപ്പൊടിയിലും മുട്ടവെള്ളയിലുമൊക്കെ പൊതിഞ്ഞ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ പാകം ചെയ്ത് പുറത്തുവരുന്ന റാബിറ്റ് കട്ട്ലറ്റ്, മുയൽ മാംസം നുറുക്കി വേവിച്ച് കുരുമുളക് പൊടിയിലും കോൺഫ്ലവറിലും തയ്യാർ ചെയ്ത മുയൽ സൂപ്പ്, മുയലിറച്ചിയും ക്യാപ്സിക്കവും ചില്ലി സോസും സോയയുമൊക്കെ ചേരുന്ന അഡ്നബ് ഫിൽഫിൽ തുടങ്ങി നാഷിഫ്, മുയൽ വരട്ടിയത് എന്നിങ്ങനെ രുചിയുടെ ഉത്സവങ്ങൾക്ക് കൊടിയേറ്റുന്ന ജാൻസിയുടെ നൈപുണ്യം തിരൂരുകാർക്ക് അഭിമാനമാണ്. ആരുടെയും നാവിൽ വെള്ളമുറിക്കുന്ന മുയൽ വിഭവങ്ങളുടെ പാചകവിധവും ജാൻസി പുറത്തിറക്കിയിട്ടുണ്ട്. അർണബ് ഫിൽഫിൽ, അർണബ് നാഷിഫ്, സമൂസ, കട്ട്ലറ്റ്, മുയൽ വരട്ടിയത്, ബിരിയാണി, അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാം. എല്ലാത്തിനും കൃത്യമായ കണക്കുകളുണ്ട് ആഷ്യാന ഫാമിൽ. ഓരോ വർഷത്തെയും പ്രസവങ്ങൾ, കുഞ്ഞുങ്ങളുടെ എണ്ണം, ശരീരഭാരം, തള്ളമുയലുകൾ, ആൺമുയലുകൾ, ഉപഗ്രഹ യൂണിറ്റുകൾ ഇവയെല്ലാം കമ്പ്യൂട്ടർ സഹായത്തോടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളിത് കൊടുക്കുന്നത് 5, 6, 7 മാസം, അതായത് പ്രായപൂർത്തിയായ മുയലുകൾ, 8 പെൺമുയൽ, 2 ആൺമുയൽ, കൂട് ഉൾപ്പെടെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതിൻ്റെ വിലയാണ് 9,750 രൂപ. ഇത് കർഷകർ കൊണ്ടുപോയി വളർത്തി അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് 2 കിലോ തൂക്കം വരുമ്പോൾ ഞങ്ങൾ തിരിച്ചു വാങ്ങിക്കും. കാരണം ഈ 2 കിലോ തൂക്കം വന്ന ഒരു മുയലിനെ അറുത്ത് കഴിഞ്ഞാൽ 1 കിലോ 50 ഗ്രാം അല്ലെങ്കിൽ 1 കിലോ 100 ഗ്രാം മീറ്റേ കിട്ടുള്ളൂ. നമ്മളിവിടെ ലോക്കൽ കസ്റ്റമർ വരികയാണെങ്കിൽ അവർ 2 കിലോ മുയലിന് 1 കിലോ മുയൽ അവർ വാങ്ങിക്കുള്ളൂ. ഈ 1 കിലോ മുയലിനെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 2 കിലോയുള്ള ഒരു മുയലിനെ സ്ലോട്ടർ ചെയ്താൽ 1 കിലോ മീറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് 2 കിലോ തൂക്കത്തിലുള്ള മുയലുകൾ ഞങ്ങൾ തിരിച്ച് വാങ്ങിക്കുന്നത്. മുയൽ രംഗത്തെ മാഹാത്മ്യം പരിഗണിച്ച് നിരവധി പുരസ്കാരങ്ങളും മിഗ്ദാദ് നേടിയിട്ടുണ്ട്. ഏറ്റവും നല്ല മുയൽ ഫാമിനുള്ള IFMA അവാർഡ്, മികച്ച കർഷകനുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ ജീവനം അവാർഡ്, നെഹ്റു അവാർഡ്, അങ്ങനെ പോകുന്നു ആ നിര. ഇന്ന് മുയലെന്നാൽ മിഗ്ദാദിന് പണം മാത്രമല്ല, പുണ്യം കൂടിയാണ്. അഷ്ടിക്കു വകയില്ലാത്ത പാവപ്പെട്ടവർക്ക് കൂടി ജീവിതം കരിപ്പിടിപ്പിക്കുവാൻ വഴികാട്ടുന്ന സൽക്കർമ്മം. അത് അനുദിനം സാക്ഷാത്കരിക്കുമ്പോൾ മറ്റൊരു പുണ്യം കൂടി താൻ അനുഭവിക്കുകയാണെന്ന് മിഗ്ദാദ് മനസ്സു തുറക്കും. ശ്രീ മിഗ്ദാദ്, പരാജയത്തിന്റെ നിരവധി കഥകൾ ഈ മുയൽ കൃഷി രംഗത്തുണ്ട്. ഇക്കാര്യത്തിൽ എക്കാലവും വിജയം വരിച്ച ഒരാളെന്ന നിലയിൽ അപൂർവമായുള്ള ഈ പരാജയങ്ങളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് അധികം അവരെടുത്തുചാട്ടം കൊണ്ടാണ് ഇത് വരുന്നത്. മുയൽ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങളുണ്ട്. അതവർ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കുഴപ്പങ്ങൾ വരില്ല. ഫസ്റ്റ്ലി നല്ല ഇനം മുയലായിരിക്കണം. ഒരിക്കലും ഇൻബ്രീഡ് വരാത്ത മുയലുകളായിരിക്കണം. ഫാമിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്യണം. വൃത്തി വേണം. ക്രോസ് വെന്റിലേഷൻ വേണം. ജലദോഷം പനിയും തന്നെ പിടിച്ച ആളുകൾ ഫാമിനകത്തേക്ക് കയറരുത്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലേ അവർ പരാജയപ്പെടുള്ളൂ. അല്ലാത്ത പക്ഷം മുയൽ കൃഷി നല്ല ലാഭമുള്ളൊരു കൃഷിയാണ്.
അതെനിക്കൊരു അനുഭവമാണ്. നിരവധി പുരസ്കാരങ്ങൾക്ക് താങ്കൾ അർഹനായിട്ടുണ്ട്. ഇത്തരം അംഗീകാരങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ അംഗീകാരങ്ങളൊക്കെ എനിക്കൊരു പ്രചോദനമാണ്. എനിക്ക് ഭാവിയിലേക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കണമെന്നും നല്ല ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ചെയ്ത അധ്വാനത്തിന് വേണ്ടിയിട്ട് കിട്ടിയൊരു പുരസ്കാരമാണ് എനിക്ക് സന്തോഷമുള്ളത്. ഈ രംഗത്ത് താങ്കളുടെ ഒരു സ്വപ്ന പദ്ധതി, ഒരു ഡ്രീം പ്രോജക്റ്റ് എന്താണ്? ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് പേർക്ക് ഞങ്ങൾ ഈ ഗ്രാമത്തിൽ മുയലുകളെ വളർത്താൻ കൊടുത്തിട്ട് തൊഴിലില്ലാത്തവർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ ഈ ബൈബാക്ക് സ്കീമിൽ ഞങ്ങൾ തിരിച്ചു വാങ്ങിക്കുന്നുണ്ട്. കിലോ 100 രൂപ വെച്ചിട്ട് തിരിച്ചു വാങ്ങിക്കുന്നുണ്ട്. ഇതേപോലെ കേരളത്തിലുള്ള എല്ലാ പാവങ്ങൾക്കും സഹായിച്ചിട്ട് അവർക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്തണം എന്നാണ്. മുയൽക്കുട്ടന്മാരുടെ കുതിച്ചുചാട്ടം പോലെ ഈ രംഗത്ത് താങ്കൾക്ക് ഒരു നല്ല മുന്നേറ്റം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കൃഷിദീപത്തിന്റെ എല്ലാ ഭാവങ്ങളും. തുള്ളിച്ചാടുന്ന ഈ കുഞ്ഞു മൃഗങ്ങൾ അടി മുതൽ മുടി വരെ ആദായം ഒളിപ്പിക്കുന്നു. ഇതിന്റെ നിറഞ്ഞ സാക്ഷ്യമാണ് തിരൂരിലെ ആഷിയാന ഫാം.